വെൽക്കം ബാക്ക് പ്രേക്ഷകർ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതികരണത്തിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദ പരാമർശമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. രാഹുൽ മാങ്കൂട്ടത്തിലേത് അതിതീവ്രമായ പീഡനമെന്നും മുകേഷിന്റേത് തീവ്രത കുറഞ്ഞതെന്നുമാണ് അനുമാനമെന്നുമാണ് ലിസ്ത നായരുടെ പ്രതികരണം. മുകേഷിന്റേത് പീഡനം എന്ന് CPM അംഗീകരിച്ചിട്ടില്ലെന്നുമാണ് ലിസ്ത നായരുടെ പ്രതികരണം. എ ബി ജയശങ്കർ വിവരങ്ങൾ ജയശങ്കർ നാട്ടുകാരിയാണ്, നമ്മുടെയൊക്കെ ലിസ്ത ടീച്ചറുമാണ്. അപ്പോൾ ടീച്ചർ എന്താണോ അങ്ങനെ പറയാൻ കാരണം? ജയശങ്കർ പറഞ്ഞ എന്തായാലും വാവട്ടവാക്കായി പോയി. ആഷ്മി ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുകേഷ് MLA അയച്ചുകൊണ്ട് ഇത്തരത്തിൽ ലസിത ടീച്ചർ ഒരു പരാമർശം നടത്തുന്നത്. അതായത് മുകേഷ് നടത്തിയത് തീവ്രത കുറഞ്ഞ പീഡനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് അതിതീവ്ര പീഡനമെന്നും ആണ് അവർ പറഞ്ഞത്. ഒപ്പം തന്നെ മുകേഷിൻ്റേത് ഇതുവരെ പീഡനമാണെന്ന് തങ്ങൾ, അതായത് CPM അംഗീകരിച്ചിട്ടില്ല എന്നും ലസിത ടീച്ചർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ കൃത്യമായൊരു നടപടി അന്ന് തന്നെ വന്നേനെ എന്നും ഇവർ പറയുന്നു. ഈ നിയമം അനുശാസിക്കുന്ന ഈ കുറ്റം നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും ഇത്തരം വീരർക്ക് ലഭിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഈ മുകേഷിൻ്റെ പീഡനത്തെ വിശുദ്ധവൽക്കരിച്ചും രാഹുലിൻ്റെ പീഡനത്തെ വലിയ കുറ്റമായി കണ്ടുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഒരു പ്രതികരണം വരുന്നത്. ഇത് ഈ വനിതാ സംഘടനകൾ ഉൾപ്പെടെ വലിയ വിവാദമാക്കാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം എന്ന ഇനി തുടർ പ്രതികരണങ്ങളൊക്കെ അറിയേണ്ടി വരും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇവരുടെ ഈ പരാമർശം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് ആഷ്മി ഈ സാഹചര്യത്തിൽ. എ വി ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയപ്പോൾ ഇന്ന് രാവിലെ മുതൽ പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോഴൊക്കെ ഞങ്ങൾ ഒരു ആരോപണം വന്നപ്പോഴേക്കും പരാതി വരുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്തു. നിങ്ങൾ എന്ത് ചെയ്തു? മുകേഷ് ഒരു എന്താണ് പീഡകനാണ്, പീഡകനെ കൂടെ ഇരുത്തിയാൽ നിങ്ങളിത് പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകേഷിൻ്റേത് പീഡനമാണെന്ന് CPM അംഗീകരിച്ചിട്ടില്ല എന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു നേതാവ് പറയുന്നത്. ഉറപ്പായും ഈ പറയുന്ന പോലെ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന പ്രതികരണം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.